ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ 2 ദിവസം മുമ്പ് തിരുവല്ലയിലെ ഒരു KSRTC ബസ്സിനെ ഒരു യാത്രക്കാരൻ കല്ലെറിഞ്ഞു. ആ ബസ്സിൽ സഞ്ചരിച്ചു നിന്ന ആ യാത്രക്കാരനാണ് കല്ലെറിഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയാൾ 13 രൂപ ടിക്കറ്റ് കൊടുത്ത് കയറി. അതായത് അയാൾക്ക് ഇറങ്ങേണ്ട 13 രൂപ പോയിൻ്റാണ്. ആ സ്റ്റോപ്പിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ ആ സ്റ്റോപ്പിൽ അയാൾക്ക് ഇറങ്ങണം. സ്റ്റോപ്പ് എത്താറായപ്പം അപ്പോൾ അയാൾ കണ്ടക്ടറുടെ അടുത്ത് ആദ്യം 20 രൂപയാണ് കൊടുത്തപ്പം അയാൾ കണ്ടക്ടർ പറഞ്ഞു ബാക്കി ഇല്ല, അത് കാരണം പിന്നെ തരാം, ഇറങ്ങുമ്പോൾ തരാമെന്നാണ് അയാൾ പറഞ്ഞത്. ഇപ്പം ചേഞ്ചൊന്നും ഇല്ല. അപ്പോൾ ഇയാൾ അവിടെ ഇരുന്ന് ബസ്സിലിരുന്ന് ഉറങ്ങിപ്പോയി. ഇയാളുടെ സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് ഇയാൾ ഇറങ്ങി. അപ്പോൾ ഇയാൾ വേഗം ചാടി എണീറ്റു. അപ്പോൾ കണ്ടക്ടറോട് പറഞ്ഞ് നിർത്താൻ ആവശ്യപ്പെട്ട് കണ്ടക്ടർ നിർത്തിയില്ല. അടുത്ത സ്റ്റോപ്പിലാണ് ഇറക്കിയത്. ഇറങ്ങിയോടുകൂടി ഇയാൾ എന്ത് ചെയ്തു, അയാൾക്ക് 20 രൂപയാണ് തന്നത്. 20 രൂപ കൊടുത്തിട്ട് 100 രൂപ തന്നെന്നും പറഞ്ഞ് അയാൾ വാദിച്ചു. അപ്പോൾ 20 രൂപയ്ക്കുള്ള ബാക്കി അയാൾ 13 രൂപ എടുത്തിട്ട് ബാക്കി 7 രൂപ കണ്ടക്ടർ കൊടുത്തു. അപ്പോൾ അത് അങ്ങനെ ഒരു പ്രശ്നമുണ്ടായി. അപ്പോൾ വിളിച്ചിറക്കില്ല എന്നുള്ളൊരു കംപ്ലയിൻറ്റ്, അങ്ങനെ ഒരു പ്രശ്നമുണ്ടായി. അപ്പോൾ ഇതിൽ ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ട് കൂട്ടരും ശ്രദ്ധിക്കണം. ബസ്സുകാരും ശ്രദ്ധിക്കണം, ഇറങ്ങുന്ന യാത്രക്കാരും ശ്രദ്ധിക്കണം. യാത്രക്കാരൻ ഇറങ്ങുന്ന പോയിന്റിൽ അയാൾ ഇറങ്ങാതെ ഇരുന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ ഇറക്കേണ്ടത് ബസ്സുകാരുടെ ഒരു കടമയാണ്. അപ്പോൾ ബസ്സുകാരത് ചെയ്തില്ല. അതൊരു തെറ്റാണ്. പിന്നെ കൂടുതൽ തെറ്റ് ഇയാളുടെ ഭാഗത്ത് തന്നെയാണ്. പിന്നെ 20 രൂപ കൊടുത്തിട്ട് അത് 100 രൂപയാണെന്ന് പറഞ്ഞ് അതിന് ബാക്കി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ന്യായമല്ല. പിന്നെ രണ്ടാമത് ഇയാൾ ആ ദേഷ്യത്തിന് ഇയാൾ എന്ത് ചെയ്തതെന്ന് ചോദിച്ചാൽ, ആ സ്റ്റോപ്പിൽ ഇയാൾ ഇറങ്ങി ബസ് നീങ്ങിയോടുകൂടി നീങ്ങിയപ്പോൾ തന്നെ ബസ്സിൻ്റെ ബാക്ക് ഗ്ലാസ് കല്ലെറിഞ്ഞ് പൊട്ടിച്ചു. അപ്പോൾ തന്നെ ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടറും ബസ് നിർത്തി ഇറങ്ങി. അത് KSRTC ബസ്സാണ്. ഇറങ്ങിയതിന് ശേഷം ഇയാളെ ഓടിച്ചിട്ട് പിടിച്ചു. ഇയാളെ ഓടി രക്ഷപ്പെടാൻ ശ്രമം നടത്തി. പക്ഷേ ഇവർ രണ്ടാളും കൈയോടെ പിടിച്ചു, സിനിമ സ്റ്റൈലിൽ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തു. ഈ യാത്രക്കാരൻ്റെ പേര് രതീഷ് എന്നാണ്. ഇപ്പം ഇനി അയാൾ കഞ്ചാവ് അടിച്ചിട്ടാണോ അല്ലെങ്കിൽ ഡ്രഗ്സ് അടിച്ചതാണോ അഥവാ ഇനി മദ്യപിച്ചിട്ടുണ്ടോ എന്നൊന്നും അറിയത്തില്ല. പക്ഷേ എന്തായാലും പിന്നെ ബസ്സുകാർ അത്രയും ചെയ്തുള്ളൂ. ബസ്സുകാർ ചെയ്തതിൻ്റെ പേരിൽ അയാൾ ഗ്ലാസ് എറിഞ്ഞ് പൊട്ടിച്ചു. അത് തെറ്റ് തന്നെയാണ്. ഇനിയിപ്പോൾ എന്താണ് നിയമ നടപടി എന്നുള്ളത് അറിയാൻ പോകുന്നില്ല. ഇനി KSRTC ഡിപ്പോയിൽ ചെന്നിട്ട് അത് എന്തൊക്കെ ആകും എന്നുള്ള അറിയത്തില്ല. അപ്പോൾ അയാളുടെ പേരിൽ എന്തായാലും കേസെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നത് നമുക്ക് തന്നെ സങ്കല്പിക്കാൻ പറ്റത്തില്ല. പിന്നെ കുറേയൊക്കെ ബസ്സുകാർക്കൊരു ബോധം ഉണ്ടാവണം, കയറുന്ന യാത്രക്കാരനും ഒരു ബോധം ഉണ്ടാവും. കൊടുക്കുന്ന നോട്ട് 50 ആണോ 100 ആണോ 20 ആണോ എന്നുള്ളത് നോക്കണം. എന്നിട്ടേ നമ്മൾ ബാധിക്കാവുള്ളൂ. അതല്ലാതെ നമ്മൾ ബാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ വഷളായി പോകും, നാണം കെട്ട് പോകും. ഇപ്പോൾ എന്തായി, ബസ്സുകാരുടെ ഭാഗത്തായി ന്യായം. ഇയാൾ ഇപ്പോൾ കുറ്റക്കാരനായി. കാരണം ഇയാളിപ്പോൾ പ്രതിയാണല്ലോ, ബസ്സിൽ കല്ലെറിഞ്ഞു എന്നുള്ള പേരിലൊരു പ്രതിയാണ്. അപ്പം ഇത് പല യാത്രക്കാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടെ അടുത്തുനിന്ന് എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആരും നമ്മളെ ശ്രദ്ധിക്കാനുണ്ടാവില്ല, നമ്മളുടെ ഭാഗം അംഗീകരിക്കാനുണ്ടാവില്ല, നമ്മൾ തെറ്റുകാരൻ തന്നെ ആവും. KSRTC ബസ് നിർത്തിയില്ല എന്നുള്ളത് അവൻ്റെ തെറ്റ്. കാരണം എന്താണെന്ന് വെച്ചാൽ, സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് ഇയാളുടെ സ്റ്റോപ്പിൽ ഇയാളെ വിളിച്ചിറക്കിയില്ല. കാരണം ഇയാൾ ഉറങ്ങിപ്പോയി. ഇനി അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അയാൾക്ക് ഓർമ്മയുണ്ടെന്നുണ്ടെങ്കിൽ, കണ്ടക്ടർ അങ്ങനെ മര്യാദക്കാരനാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റോപ്പിൽ നിന്ന് വിളിക്കുക. ഇത് ഈ KSRTC ബസ്സിൽ മാത്രമല്ല, പ്രൈവറ്റ് ബസ്സിലും ഉണ്ട്. കാരണം ഈ പ്രൈവറ്റ് ബസ്സിലാണ് ഇത് കൂടുതലായിട്ട് സംഭവിക്കുന്നത്. പ്രൈവറ്റ് ബസ്സുകാർ നിർത്തൂല. കാരണം വെച്ചാൽ ഒരു ദിവസം ഇതേപോലെ തന്നെ ഞാനിവിടുന്ന് തൃശ്ശൂർ മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജിൻ്റെ അവിടെ ആ തിരിയുന്ന ജംഗ്ഷനിൽ അവിടെ പെരിങ്ങണ്ടത്തൊരു സ്ഥലത്തിൻ്റെ പേര്, ഞാനിവിടുന്ന് ഒരു സ്റ്റോപ്പിൽ അപ്പുറത്തൊരു സ്റ്റോപ്പുണ്ട്, കേളി എന്ന് പറയുന്ന സ്റ്റോപ്പുണ്ട്, അവിടെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ ബസ്സിന് ഇവിടുന്ന് മുളങ്കുന്നത്തുകാവിൽ നിന്ന് നമ്മുടെ ഈ പെരിങ്ങണ്ടൂർ ജംഗ്ഷനിൽ നിന്ന് ഞാൻ അങ്ങോട്ട് നടന്നു അത്താണിക്ക്. അത്താണി നിന്നാണ് ബസ് 10 രൂപ പോയിൻ്റേ ഉള്ളൂ. അവിടുന്ന് 10 രൂപ പോയിൻ്റ്. അപ്പോൾ അവിടെ ചെന്നു. ഈ സ്റ്റോപ്പിൻ്റെ പേര് എനിക്ക് വിളിച്ച് പറഞ്ഞപ്പോൾ മനസ്സിലായില്ല. അപ്പം ആ സ്റ്റോപ്പ് കഴിഞ്ഞിട്ടാണ് ഞാൻ നീറ്റതെന്ന് പറഞ്ഞാൽ എനിക്ക് ആ സ്റ്റോപ്പ് മനസ്സിലായില്ല. ഇവർ വിളിച്ച് പറഞ്ഞ സ്റ്റോപ്പ് എനിക്ക് മനസ്സിലായില്ല. എന്നാൽ ഇവർ പറഞ്ഞു തന്നിട്ടില്ല, ഞാൻ പറയണമെന്നുള്ളത് പറഞ്ഞിട്ടുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ചെന്ന് ആ സ്റ്റോപ്പ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞതോടുകൂടി ഇവർ വണ്ടി നിർത്തിയില്ല. ഞാൻ ഇപ്പോൾ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങാൻ ഞാൻ ഇതിന് വഴക്കിനൊന്നും പോയില്ല കേട്ടോ. ഞാൻ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി. ഒരു 1/2 കിലോമീറ്റർ കൊണ്ട് നടന്ന് ഞാൻ കാണേണ്ട എനിക്കൊരു ഷോപ്പിൽ പോകേണ്ടിയിരുന്നു. അവിടെ പോയി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. കാരണം ഞാൻ അവിടെ വാദിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവിടെ കച്ചറയായി.
പിന്നെ നമുക്ക് വാദിക്കാൻ ഇപ്പോൾ തൽക്കാലം അവിടെ ന്യായമില്ല. കാരണം നമുക്ക് സ്ഥലം സ്റ്റോപ്പ് അറിയാമെന്നുള്ള രീതിയിലാണ് ബസ്സുകാർ നിൽക്കുന്നതും. നമ്മൾ ബസ്സിൽ കയറിയപ്പോൾ നമ്മൾ പറഞ്ഞുമില്ല. പക്ഷേ എന്നാലും വിളിച്ചിറക്കേണ്ടത് ബസ്സുകാരുടെ കടമയാണ്. ബസ്സുകാർ വിളിച്ച സ്റ്റോപ്പ് നമുക്ക് മനസ്സിലായില്ല. ഈ കേളിയിൽ നിന്നുള്ള സ്റ്റോപ്പാണ് വിളിച്ച് പറഞ്ഞതെന്ന് തോന്നുന്നു. പക്ഷേ എനിക്കത് മനസ്സിലായിട്ടില്ല. ഞാൻ ആയിട്ടില്ല, 13 രൂപ പോയിൻ്റ് 10 രൂപ പോയിൻ്റ് അല്ലേ, അപ്പോൾ ആയിട്ടില്ല എന്ന് കരുതി. അവിടെ നിന്നൊരു നീളം 2 നീളം നീങ്ങിക്കഴിഞ്ഞാൽ ഈ സ്റ്റോപ്പ് എത്തി, ഏത് ഈ അത്താണിയിൽ നിന്ന്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പം ഇവരുടെ വിചാരം ഞാൻ ബാറിൽ പോകുമെന്നുള്ളതാണ്. അവിടെ ഒരു ബാറുണ്ടല്ലോ. കാരണം ഇവരുടെ റോങ്ങുള്ള വർത്താനം ശരിയല്ല. ഞാൻ ആ വണ്ടി നമ്പർ നോട്ട് ചെയ്യാനും പറ്റിയില്ല. പിന്നെ അതിനെപ്പറ്റിയൊരു വീഡിയോ ചെയ്യണമെന്ന് വെച്ചാണ്, പക്ഷേ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെ ഈ ബസ്സുകാരുടെ ഈ പ്രശ്നം, ഈ KSRTC ബസ്സിൻ്റെ പ്രശ്നം വന്നപ്പം ഒന്ന് എടുത്തിടണമെന്ന് തോന്നി, അതിനെപ്പറ്റി ഒന്ന് ചർച്ച ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ ചർച്ച ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ പലപ്പോഴും നമുക്ക് അബദ്ധം പറ്റാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കുക, കൊടുക്കുന്ന നോട്ട് എത്ര എന്നുള്ളത് നമ്മൾ നോക്കുക. എന്നിട്ട് നമ്മൾ വാദിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പോൾ എന്താ വെച്ചാൽ കേസ് ഇവൻ്റെ പേരിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായി എന്നുള്ളത് അറിയത്തില്ല. അതിനെപ്പറ്റിയുള്ള പിന്നെ ഒരു ന്യൂസൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പോൾ 2 ദിവസമായ ന്യൂസ് ഇപ്പം യൂട്യൂബിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി ഒരു ന്യൂസ് ചെയ്യാമെന്ന് വെച്ചതാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതൊക്കെ. ശരി, എന്നാൽ നിർത്തുന്നു. ഓക്കെ.